സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം മക്കളെ ആര് പഠിപ്പിക്കും. നമ്മൾ സ്നേഹമുള്ളവരെ, അതിന് നമ്മൾ എടുക്കുന്ന വചനഭാഗം ഏശയുടെ പുസ്തകം 54 അധ്യായം 13 തിരുവചനമാണ്. സ്നേഹമുള്ളവരെ, നമുക്കിവിടെ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാനൊന്ന് വായിക്കാം. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കുകയും ചെയ്യുമെന്ന് വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മക്കൾ ജീവിതത്തിലെ അനുഗ്രഹമാകുന്നത് എങ്ങനെ? സ്നേഹമുള്ളവരെ, അതിന് നമ്മൾ എടുക്കുന്ന പുസ്തകം ലൂക്കായുടെ സുവിശേഷം 18 അധ്യായം 15 തിരുവചനം. മക്കൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു എന്നാണ് വചനഭാഗം. നമ്മുടെ മക്കളെ കുറച്ച് മാതാപിതാക്കൾ കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എന്തിനാണ്? അനുഗ്രഹം വാങ്ങിക്കേണ്ടതിനാണ്. അപ്പോൾ ഈശോയുടെ അനുഗ്രഹം ലഭിക്കേണ്ടതിന് ദേവാലയത്തിൽ നമ്മൾ എല്ലാ ദിവസവും മക്കളെ കൊണ്ടു ചെല്ലണമെന്ന് ബൈബിൾ വചനം നമ്മളെ ഓർമ്മിപ്പിക്കും. മക്കൾക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ടത് എപ്പോൾ? ജീവിതത്തിലേക്കുള്ള വഴി നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ബൈബിൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വളരെ ബൈബിൾ വചനം നമ്മോട് എന്ത് പറയുന്നു അത് നമുക്ക് ഒന്ന് ധ്യാനിക്കാം. സ്നേഹമുള്ളവർ, അതിനെടുക്കുന്ന വചനഭാഗം സുഭാഷിതൻ്റെ പുസ്തകങ്ങൾ 22 അധ്യായം 6 തിരുവചനത്തിലാണ് പറയുക. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല എന്ന് വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.